എടാ സുമേഷേ, ചെറിയൊരു പ്രശ്നം ഉണ്ടടാ. എന്താടാ? എൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് വന്നാലേ ഞാൻ നമ്മളെ ഷംനാസിൻ്റെ അടുത്ത് നിന്നാണ് പൈസ 1-2 ലക്ഷം ഉറുപ്പിക വാങ്ങൽ. അതെനിക്കറിയാലോ. ഞാനവൻ്റെ ഒരു 2 ലക്ഷം ഉറുപ്പിക വാങ്ങിനേനും. അത് തിരിച്ചു കൊടുക്കുകയെ ഞാനവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷംനാസ് അവിടെ ഇല്ലേനും. അവൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ അവൻ്റെ ഭാര്യേൻ്റെ കയ്യിലാണ് 2 ലക്ഷം ഉറുപ്പിക കൊടുത്ത്. അതിന് പ്രശ്നം എന്താടാ? അത് പറ. ആ പൈസ വാങ്ങിയത് അവൾക്കിപ്പോൾ ഓർമ്മയില്ല പോലും. ആർക്ക്? ഷംനാസിൻ്റെ ഭാര്യയ്ക്ക്. ഇനി എന്തെന്നാടാ ഈ പറയുന്നത്? ആടാ എടാ പൊട്ടങ്ങി ഷംനാസിൻ്റെ ഭാര്യയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ഷംനാസ് ഒന്ന് വിളിച്ച് പറഞ്ഞു വിടാനാ? എല്ലാ പ്രാവശ്യവും പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഷംനാസിനെ വിളിച്ച് പറയുന്നതാടാ. ഇപ്രാവശ്യം മറന്നുപോയി. അതെങ്ങനെ ഈ മറന്നു നോക്ക്? കഴിഞ്ഞ മാസം നമ്മൾ വയനാട് ട്രിപ്പ് പോയി, ഓർമ്മയുണ്ട് എനിക്ക്? ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഷംനാസിൻ്റെ ഭാര്യയ്ക്ക് 2 ലക്ഷം ഉറുപ്പിക കൊടുത്ത് നേരെ നിങ്ങളോട് വയനാട് ട്രിപ്പിൽ വന്നതല്ലേ. പിന്നെ അങ്ങ് വിളിച്ചു പറയാൻ മറന്നുപോയടാ. ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ലടാ, മറന്നുപോയി. ഇനി എന്താ നീ പറയുന്നേ? പറ്റിപ്പോയടാ. എടാ ഓൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഒന്നുമില്ലേ? ഓൻ്റെ വീട്ടിൽ CCTV ക്യാമറ ഒന്നുമില്ലടാ. തൊട്ടടുത്ത വീട്ടിലൊരു CCTVൻ്റെ ക്യാമറ കണ്ടിന്. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല പോലും. പിന്നെ പരിസരത്തുള്ള CCTV എല്ലാം ഞാൻ പരിശോധിച്ച് നോക്കി. ഒരു രക്ഷയില്ലടാ. ഇപ്പം എന്താ ചെയ്യുക? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാണ്ട് ഇപ്പം വന്നിട്ട് എന്നോട് എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഞാനെന്ത് ചെയ്യാനാ? ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ഷംനാസ് പിന്നെയും ആ പൈസക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിപ്പോയടാ. ഓൻ്റെ ഒടുക്കത്തൊരു ഓർമ്മക്കുറവ്. അല്ലെങ്കിൽ 1000-2000 ആയിട്ട് മേടിച്ചിട്ട് മറന്നു വെച്ചാൽ പിന്നെ ഒരു സുഖമുണ്ട്. ഇത് രൂപ 2 ലക്ഷം ഉറുപ്പികയല്ലേ? ഇതിലെന്തോ ഒരു കളിയുണ്ടടാ സുവിശേ, അല്ലാണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കൂല. ഷംനാസ് അറിയാണ്ട് ആ പൈസ ഓള് മുക്കിയോ? ഞാൻ ഓക്ക് പൈസ കൊടുത്തെന്ന് തറപ്പിച്ച് പറഞ്ഞതിന് ശേഷം ഷംനാസും ഭാര്യയും കൂടി വീട് അരിച്ചു പെറുക്കി നോക്കി. ഏടിയും കാണുന്നില്ല പോലും. ഇതിനൊക്കെ എന്താ മോനെ പറയുക? ശ്രദ്ധക്കുറവെന്നല്ലാണ്ട് എന്താ ഇപ്പോൾ ഒരു സൊല്യൂഷൻ? ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഒരു വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും പൈസ യാതൊരു കണക്കുമില്ലോളി. എടാ സുമേഷേ, നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോയാലോ? ഇപ്പോഴാ? എവിടെ? ചെറുവണ്ണൂർ. നമ്മളെ കമലാക്ഷി അമ്മ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങളുണ്ട്. നല്ല കഴിവുള്ള പെണ്ണുങ്ങളാണ്. ഗണിച്ചിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയും. ഒരുപാട് പേര് പോയിട്ട് ഫലം കണ്ട പെണ്ണുങ്ങളാണ്. അങ്ങ് ദൂരത്തുനിന്നല്ല ആൾക്കാർ വിടൂടാ. എനിക്ക് പെരാന്താ? ഇതൊന്നും ഓരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസല്ല. അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടെ ഇവരെ പോലത്തെ ആൾക്കാരൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. അന്ധവിശ്വാസം ഇതല്ലോ. അന്ധവിശ്വാസം ഒന്നല്ലടാ, പ്ലീസ്. എന്തെന്നാ സുധീഷ് നീ പറയുന്നത്? എടാ ഇല്ലെങ്കിൽ എൻ്റെ ഈ മരക്കമ്പനി എൻ്റെ 2 ലക്ഷം ഉറുപ്പിക അവിടെ കാണാത്തനി ഈ പെണ്ണുങ്ങൾ എന്താക്കാനാ? എന്തെന്നാ നോക്കി പറയേണ്ടത്? ഓൻ്റെ ഓക്ക് ഓർമ്മയില്ലാത്തനി ഈ കമലാക്ഷി അമ്മ എന്താക്കാനാന്നാണ് ചോദിക്കുന്നത്. ഓൻ്റെ ഓളം ഓർമ്മിപ്പിക്കാനുള്ള വല്ല വഴി നോക്ക്. പെരാന്ത് കമലാക്ഷി അമ്മ. പ്ലീസ് സുജീഷ, ഇനി ഒന്നും വിചാരിക്കരുത്. ഈ പരിപാടിക്ക് ഞാൻ വിളിക്കണ്ട. ഇനി വിളിക്കുന്ന എല്ലാ കാട്ടുമുക്കിൽ ഞാൻ വരാറുള്ളതാ. ഈ സ്ഥലത്ത് ഞാൻ വിളിക്കരുത്. പണ്ട് ഒരുപാട് കാലം നിരീശ്വരവാദിയായിട്ടും യുക്തിവാദിയിലായിട്ടും നടന്ന ആളാണ് ഞാൻ. എന്നെ അവിടെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശമാ. അതുകൊണ്ടാ. അല്ലടാ, ഇനി വരണടാ. ഇല്ലെങ്കിൽ എൻ്റെ മരക്കമ്പനീൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. എടാ സുമേഷ്, പ്ലീസ് എടാ, ആന്താടാ. ഏടാ സുജീഷ്, എനിക്ക് പറ്റാത്തോണ്ടാ. എടാ 5ാം ക്ലാസ് തൊട്ടിട്ട് ഡിഗ്രി വരെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചോരോ ആത്മാസർത്തോ സുഹൃത്തുക്കൾ നമ്മൾ. ഇനി എന്താ വരാണ്ട്? പ്ലീസ് പ്ലീസ്. ആന്താടാ? എടാ എൻ്റെ വിശ്വാസങ്ങൾക്കെതിരായിട്ട് വരുന്നോണ്ടുള്ള വിഷമം കൊണ്ടാ. എൻ്റെ വണ്ടി പോവാ. ഇനി വെറുതെ വന്നാൽ മതി കൂടാ. ഞാനത് ബീർ വാങ്ങിച്ചതാ. ബീറിലൊന്നും ഞാൻ വീഴ്ത്താന്ന് വിചാരിക്കണ്ട. എൻ്റെ വിശ്വാസം ബീറിൻ്റെ മുകളിൽ അടിയറ വെക്കാൻ ഞാൻ തയ്യാറല്ല. അവിടെ ഒരു ബീറ്. എടാ 2 ലക്ഷം ഉറുപ്പ്യൻ്റെ കാര്യം എനിക്കെന്താ തമാശ? 2 ലക്ഷം ഉറുപ്പ്യ. പിന്നെ ബീർ എനിക്ക് വേണ്ട. ഒരു 3 പെഗ് MGM മേടിച്ചു തരുമോ? 3 പെഗ്. 4 പെഗ് മേടിച്ചു തരാം. അവൻ്റെ ഒരു കമലാക്ഷി അമ്മ. ഇതാണ് കമലാക്ഷി അമ്മയുടെ വീട്. ഈ തെങ്ങ് ഉണ്ടെങ്കിൽ ഈ തെങ്ങിൽ നിന്നൊരു തേങ്ങ വീഴണമെങ്കിൽ കമലാക്ഷി അമ്മ വിചാരിക്കണം. ഇങ്ങനെ നടന്നുകൂടി. എൻ്റെ വിടലാട് നിൽക്കട്ടെ. ഇനി പോയിട്ട് ഞാൻ പുറത്ത്
കമലാക്ഷി അമ്മ സ്വാമീനെ കാണാൻ വന്നതാ. ഒരു മിനിറ്റ്. ആരാടാ ഈ ഉച്ച നേരത്ത്? അധികം ഡയലോഗ് അടിക്കാൻ ചിരിക്കി. ഓം ഭൂർഭുവസ്വഃ ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധിയോ യോ ന പ്രചോദയാത്. ഈ തള്ളക്ക് ഈ ഒരൊറ്റ മന്ത്രം അറിഞ്ഞോടൂ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം സ്വാഹ സ്വാഹ. എന്താണ് മക്കളെ പ്രശ്നം? ഓം മേഘദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. അപ്പം അതാണ് പ്രശ്നം. നിങ്ങളുടെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് വീടിന്റെ കന്നിമൂലക്കല്ലേ ഉള്ളത്? ആ അതാണ് എല്ലാ നാശത്തിൻ്റെയും കാരണം. പിശാചുക്കളുടെ ആക്രമണമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കും. ആ 3 ദിവസം ഞാൻ പിടിച്ചു നിർത്തിത്തരാം. അതിനുള്ളിൽ നിങ്ങളുടെ കക്കൂസിൻ്റെ ടാങ്ക് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം. അപ്പോൾ ഈ മാറ്റിപ്പണിയുന്ന കക്കൂസിൻ്റെ ടാങ്ക് അപ്പുറത്തെ വീടിൻ്റെ കന്നിമുലയിലാവൂലേ സ്വാമി? അതിന് നീ അയൽക്കാരൻ്റെ വീട്ടിലെ കക്കൂസ് പോയിട്ടല്ലല്ലോ തൂർന്നത്. ഇവനേതാ? ഇവനെൻ്റെ അകന്നൊരു സുഹൃത്താ. എടോ, അതിന് അയൽക്കാരൻ്റെ വീട് ഇവരുടെ പറമ്പിലല്ലല്ലോ. ഓഹോ, അപ്പൊ ആധാരം നോക്കിയാണോ ഈ പിശാച് ആക്രമിക്കുന്നത്? അതിനാരും ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. വിശ്വാസം എന്താ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുകളയണം. വാസ്തുവും ഭൂമിശാസ്ത്രവും നോക്കാണ്ടുണ്ടാക്കിയ ഓരോ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ പ്രവാസികളും പൈസ ഉണ്ടാക്കുന്നത്. അന്നേരം ഈ പറഞ്ഞ പ്രവാസികളൊക്കെ നാട്ടിൽ വന്നാല് സ്വന്തമായിട്ട് വീട് വെക്കുമ്പോ വാസ്തു നോക്കില്ല വെക്കുന്നത്. ഇവൻ സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോ ഇവന്റെ ഈ കടിയൊക്കെ മാറിക്കോളും. നീയൊന്നും മിണ്ടാതിരിക്കണോ സുമേഷ? സ്വാമി എൻ്റെ കാര്യം പറ. ആദ്യം ഇയാളോടൊന്ന് പുറത്ത് നിൽക്കാൻ പറയാ, എന്നിട്ട് കാര്യം പറയാ. കടക്കുക പുറത്ത്. സുമേഷ ഒന്ന് കുറച്ച് നേരം പുറത്ത്. ഞാൻ പറയാം. ഓ അപ്പം അങ്ങനെയല്ലേ. സ്വാമി പറ. ഓ നിങ്ങൾ പറഞ്ഞ ആ 2 ലക്ഷം രൂപ അവരുടെ വീട്ടിൽ തന്നെ എവിടെയോ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സാവധാനം കിട്ടിക്കോളൂ. ശരി സ്വാമി, എനിക്ക് അത് കേട്ടാൽ മതി. ഇത് പോരല്ലോ വത്സ, 2 ലക്ഷം രൂപയുടെ കാര്യമല്ലേ. ഒരു 500 കൂടി എടുത്ത്. ഇനിയിപ്പോൾ കക്കൂസിൻ്റെ ടാങ്ക് പൊളിച്ച് പണിയെല്ലാം വേണ്ടതാ. ഒരുപാട് പൈസ ചിലവുള്ളതാ. ശരി. സുമേഷ പോവാ. പോവാ. എന്തായി? അത് നമ്മൾ ഷംനാസിൻ്റെ വീട്ടിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാ സ്വാമി പറഞ്ഞു. കമലാക്ഷി സ്വാമി പോരെ കിട്ടു, ഒന്നുകൊണ്ട് പിടിക്കാനില്ല. പോടായിരുന്നു. ഞാനല്ലേ ഇത്രയും നേരം വായിട്ടലച്ചത്. പോടായിരുന്നു. എടാ, അവരങ്ങനെ പറയുള്ളൂ. എങ്ങനെ?
എടാ നീ 2 ലക്ഷം റുപ്യ ഷംനാസിന് കൊടുത്തു എന്നുള്ളത് നമ്മളെ കമലാക്ഷി നമുക്ക് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ പൈസ എന്തായാലും ഷംനാസിൻ്റെ വീട്ടിലെവിടെയെങ്കിലും ഭദ്രമായിട്ട് ഉണ്ടാവുമെന്ന് കമലാക്ഷി നമുക്ക് അറിയാൻ പറ്റൂലേ? എടാ ഞാൻ 2 ലക്ഷം റുപ്യ കൊടുത്തു എന്നുള്ളത് കമലാക്ഷി അമ്മ എങ്ങനെ ഉറപ്പിക്കാനാ? എടാ പൊട്ട, ഇനി ഷംനാസിന് 2 ലക്ഷം റുപ്യ കൊടുത്തെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. ആ അതുകൊണ്ടല്ലേ നീ കമലാക്ഷി അമ്മ എടുത്ത് പോയത്. അത് ശരിയാ. പിന്നെ അല്ലാണ്ട് പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതുപോലത്തെ നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കമലാക്ഷി അമ്മേൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചിട്ടില്ലടാ. ആ അതെന്തും ആയിക്കോട്ടെ. എന്തായാലും കമലാക്ഷി അമ്മ ഫ്രോഡാ. നീ വണ്ടി കയറി നമുക്ക് 3 പേർക്ക് MGM അടിക്കട്ടെ പരിപാടി നോക്കാം. സോറി 3 അല്ല 4. കമലാക്ഷി അമ്മ സ്വാമീൻ്റെ അടുത്ത് പോയിക്കില്ലെങ്കിൽ വെറും 2 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് തീരേണ്ട കേസാണ്. ഇനിയിപ്പം കക്കൂസിൻ്റെ ടാങ്കെല്ലാം മാറ്റുമ്പോഴത്തേക്ക് ഏകദേശം 2.5 ലക്ഷം ഉറുപ്പ്യ ചിലവാകും. എടാ സുജീഷേ, നീ ഷംനാസിന് 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തില്ലെങ്കിൽ എന്തായാലും 3 ദിവസം കൊണ്ട് ഷംനാസ് നിന്നെ വന്ന് കൊല്ലുവട്ടാ. അതിന് കമലാക്ഷി അമ്മ 3 ദിവസം പിടിച്ചിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ നാളെ തന്നെ കക്കൂസിൻ്റെ ടാങ്ക് പൊളിച്ചു മാറ്റും. ഷംനാസ് എന്തായാലും കൊല്ലും മോനെ.